പേഴ്സൺ. നമ്മുടെ ചുറ്റുപാട് ധാരാളം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ കാണും. നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഇന്ന് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ രീതികൾ, നമ്മളോട് പെരുമാറുന്ന രീതികളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ടോക്സിക്കായ മനുഷ്യരിൽ സ്നേഹം കാണാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. അവർ തരുന്ന കുഞ്ഞു സ്നേഹത്തെ പോലും കൈ നീട്ടി വാങ്ങിക്കുവാൻ നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. അതൊരു ട്രാപ്പാണ്. ഇടയ്ക്കൊക്കെ സ്നേഹം തന്ന് ബാക്കി എല്ലാ നേരങ്ങളിലും നിങ്ങളെ ഒതുക്കിക്കളയുന്ന ട്രാപ്പ്. താൻ വലിയ എന്തോ ആണെന്ന് സ്വയം അഹങ്കരിക്കുന്നവർ കൂടിയാകും ഇത്തരക്കാർ. ആയതിനാൽ അവരൊരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യം, സ്പേസ്, വ്യക്തിപരമായ ഇഷ്ടങ്ങൾ എന്നിവയൊന്നും അക്സെപ്റ്റ് ചെയ്യുകയില്ല. നിങ്ങൾ എന്നാൽ അവർക്ക് വേണ്ടിയുള്ള ഒരാളാണെന്ന രീതിയിൽ മാത്രമാകും നിങ്ങളെ കാണുന്നത് പോലും. യാഥാർത്ഥ്യം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ടോക്സിക്കായ ഒരു മനുഷ്യന്റെ സാന്നിധ്യം തന്നെ മതിയാകുമെന്നാണ്. അവർ നിങ്ങളിൽ ഭയങ്ങൾ കുത്തിനിറയ്ക്കുവാൻ നിരന്തരം ശ്രമിക്കും. അവർ നിങ്ങളെ ഒതുക്കിക്കളയും. അവർ നിങ്ങളെ ചുറ്റുപാടുകളുമായുള്ള ഇടപഴകലിൽ നിന്നൊക്കെ വിലക്കും. അവർ നിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങും. ഇടയ്ക്കൊക്കെ സ്നേഹം തന്ന് കൈകഴുകി കളയുന്ന മനുഷ്യരെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ദ്രോഹിച്ചതിനു ശേഷം അത്തരക്കാർ കാണിക്കുന്ന കുറ്റബോധത്തെയും ന്യായീകരണത്തെയും അമിത സ്നേഹത്തെയും ഒരിക്കലും വിശ്വസിക്കരുത്. ഇനിയും നിങ്ങളോട് ടോക്സിക്കായി പെരുമാറാനുള്ള ലൈസൻസ് കൂടിയാകുമത്. ഒരു മനുഷ്യന്റെ ടോക്സിക്കായ ബിഹേവിയറുകളെ എതിർത്തില്ലെങ്കിൽ പോകെ പോകെ അതിൻ്റെ കാഠിന്യമൊക്കെ കൂടുകയാകും ചെയ്യുന്നതും. നോക്കൂ, ബന്ധനങ്ങൾ ഒരിക്കലും ബന്ധങ്ങളാകില്ല. നിങ്ങളെ നിങ്ങളല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന ഒന്നും സ്നേഹമാകില്ല. ആരിലും സ്നേഹം കാണുകയുമില്ല. അവർക്ക് നിങ്ങളെന്നാൽ അവരെ ചുമക്കുന്ന, അവർ പറയുന്നത് അനുസരിക്കുന്ന വെറും ഒരു മനുഷ്യജീവി മാത്രമാകും. അവർ നിങ്ങളോട് കാണിക്കുന്ന എല്ലാം തന്നെയും അധികാരഭാവത്തിൽ മാത്രമുള്ളത് കൂടിയാകും. നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും അല്ലേ ഇത്തരക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ എത്തുന്നതാണ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പുതിയ പുതിയ സെഗ്മെൻറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. ബൈ ബൈ.